ഹായ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഐ ആം ബീന മാനുവൽ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായ് ഒരിക്കൽ പറഞ്ഞു വെക്കുകയുണ്ടായി, വിജയിക്കാതിരിക്കുന്നതല്ല നിങ്ങളുടെ പരാജയം, പകരം നിങ്ങൾ പരിശ്രമിക്കാതിരിക്കുന്നതും ചെറിയ ചെറിയ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിന് ചെയ്യാതിരിക്കുന്നതുമാണ് നമ്മുടെ പരാജയം എന്ന്. അതെ, എന്നെ ശ്രവിക്കുന്ന എന്റെ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് പരിശ്രമിക്കാതിരിക്കുന്നതാണ്. ജീവിതത്തില് വിജയം എന്ന് പറയുന്നത് സക്സസ് ഹു ഈസ് എ പ്രിപ്പയർഡ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയവും കളയാതെ തന്നെ പരിശ്രമശാലികളായി തീരുവാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ ഉയർത്തുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ 12ാം ക്ലാസിന്റെ ഫിസിക്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എത്തി നിൽക്കുക. ഈ ചാപ്റ്ററിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അവിടെ ഫാരഡേസിന്റെ ലോസ് പഠിപ്പിച്ചു. ഇന്നലെ നമ്മൾ ലെൻസസ് ലോ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മൾ പഠിപ്പിച്ച ആ ഒരു സെക്ഷന്റെ അകത്തോടെ നമ്മൾ പോയി ഇന്ന് നമ്മൾ എത്തി നിൽക്കുക നമ്മുടെ മോഷണൽ EMF എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ടാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അതിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചെറിയ ചെറിയ പോയിന്റ്സുകൾ ഒന്നും കൂടി ഓർമ്മയിൽപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ടോപ്പിക്കിന്റെ അകത്തോട്ട് കടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് അറിഞ്ഞിരിക്കും. നമുക്കറിയാം, ഒരു കോയിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വേരിയേഷൻ വരുമ്പോൾ, ഏതെങ്കിലും ഒരു കാരണത്താല് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വേരിയേഷൻസ് വരുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഫാരഡേ വളരെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പെരിമെന്റ്സിന്റെ അകത്തോടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ ഒരു ടേം നമ്മുടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു വെച്ചു. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് 90 ഡിഗ്രിയിൽ ഒരു സർഫസിന്റെ അകത്തോടെ കടന്നു പോകുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എ മാഗ്നറ്റിക് ഫ്ലക്സ്. അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എത്ര ലൈൻസ് ഒരു സർഫസിന്റെ അകത്തോടെ കടന്നു പോകുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, πb = BA cos θ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി നമ്മൾ എടുക്കുന്ന ആ ഒരു സർഫസും, cos θ എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്, ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ആണ് അവിടുത്തെ ആംഗിൾ θ എന്നത്. അത് ഓർത്തിരിക്കുക. ദെൻ അഗൈന് നമ്മൾ ഫാരഡേസിന്റെ ലോസിന്റെ അകത്തോട്ട് വന്നു. ഫസ്റ്റ് ലോ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ കോയിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ രണ്ടാമത് ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമ്മളോട് പറയുന്നു. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമ്മളോട് പറയുന്നു. എത്ര നേരം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ആ ടൈമിനനുസരിച്ചിട്ട് എത്ര നേരം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയും. ദാറ്റ് ഈസ് നമ്മുടെ ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞു ആ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ എന്താണ് ഡയറക്ഷന് തന്ന ലോ ആണ് എന്തെന്ന് പറയുന്നത്, ലെൻസസ് ലോ പറയുന്നത് അവിടെ എന്താണോ അവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായത്, ആ കാരണത്തെ അതെന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അപ്പൊ ആ കാരണം ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടുത്തെ കറന്റ് ആക്ഷൻ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ഷൻ വരുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ്
മൈനസ് സൈൻ വരും, ഡി ഇൻറ്റു ഡി 5b ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞു. ഓക്കെ, ആ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് അല്ലെങ്കിൽ ചേഞ്ചിന് കാരണമാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് ഡയറക്ഷനിലാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ എന്തായാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോഷണൽ EMF അല്ലെങ്കിൽ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരുമ്പോഴാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടത്തെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞു എന്താണ് ഒന്നെങ്കിലും മാഗ്നറ്റ് മൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, മാഗ്നറ്റ് മൂവ് ചെയ്താലും അവിടെ ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് മൂവ് ചെയ്യാം, കോയിൽ മാഗ്നറ്റിനെ റെസ്റ്റിൽ ഇരുത്തിയിട്ട് നമുക്ക് എന്തിനെ മൂവ് ചെയ്യിപ്പിക്കാം, കോയിലിനെ മൂവ് ചെയ്യിപ്പിച്ചാലും നമുക്ക് അവിടെ എന്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടായി അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു കാരണത്താൽ അവിടെ ഏത് കോയിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഏതെങ്കിലും ഒരു കാരണത്താൽ അവിടെ വേരിയേഷൻ ഉണ്ടായാൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് മോഷണൽ EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അവിടെ അല്ലെങ്കിൽ ഈ ഒരു EMF അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? മോഷണൽ അല്ലെങ്കിൽ എന്തിന്റെയോ മൂവ്മെന്റ് മൂലം, മോഷണൽ EMF മൂലം, എന്തോ മൂവ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മള് മോഷണൽ EMF മീൻസ് എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എവിടെ, മാഗ്നറ്റ് ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഒന്നുമില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടർ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എന്താക്കി നിൽക്കുന്നു, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാക്കി വെക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ യൂണിഫോം ആക്കി വെച്ചുകൊണ്ട് അതിന്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജ് ക്യാരിങ് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പൊ ഇവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്, കണ്ടക്ടറാണ്. ഓക്കെ, അപ്പൊ മോഷണൽ EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മൂവിംഗ് എന്ന് പറയുന്നത് ഇസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ്, അവിടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷണൽ EMF. So, an EMF can be induced without varying the magnetic field. Without varying the magnetic field എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് യൂണിഫോം ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെയുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഓൾവേസ് എന്താണ് നമുക്ക് മാറാതെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കേസസ് ആണ് വിത്തൗട്ട് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ബട്ട് ബൈ മൂവിങ് എ കണ്ടക്ടർ നമുക്ക് അവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMFനെ വിളിക്കുന്നതാണ് എന്ത് എന്ന് വിളിക്കുന്നത്, മോഷണൽ EMF. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, മോഷണൽ EMF മീൻസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് ക്യാരിങ് കണ്ടക്ടറിനെ മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും ആ മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ വരുന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, മോഷണൽ EMF. അപ്പൊ അതിന്റെ ഒരു ഡെറിവേഷൻ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മുടെ ടെസ്റ്റിന്റെ അകത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് ആയാലും എക്സലിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയാലും അതിന്റെ അകത്തെല്ലാം എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മോഷണൽ EMFന്റെ ഒരു കൺസിഡറേഷൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പറയുക.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന കേസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടക്ടർ എന്തായാലും എന്താണ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വേണം, രണ്ടാമത് എന്തും വേണം, ഒരു മൂവിംഗ് കണ്ടക്ടറും വേണം. നമുക്കറിയാം ദാറ്റ് ഈസ് മൂവിംഗ് കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, മോഷണൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമുക്കിപ്പോ ഈ ബോർഡിന്റെ ഈ ഒരു സംഭവം ഇതെന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിപ്പോ ഈ വരയ്ക്കുന്നത് ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, ബോർഡിലുള്ള ഒരു പ്ലെയിൻ ഒരു പ്രതലമാണ്. ഓക്കെ, ആ പ്ലെയിനില് നമുക്ക് ഇവിടെ കുറെ ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഡു മാർക്ക് മീൻസ് എന്താണ്, യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ ഇൻഡു മാർക്ക് ആകുമ്പോൾ നമ്മൾ 4th ചാപ്റ്ററിൽ പഠിപ്പിച്ചു എന്താണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇൻഡു മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻഡു മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ഡയറക്ഷനിലാണ്. ഇൻടു മീൻസ് ഇൻവേർഡ് ആണ്, അകത്തോട്ട്. ഓക്കെ, അകത്തോട്ടാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു, ഈ ഒരു ഡയറക്ഷനിൽ ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് വന്ന് അകത്തോട്ട് നമ്മൾ തുളച്ചു കയറി പോകുന്ന ഒരു ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇൻവേർഡ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്, ഞാനിപ്പോ ഈ പേന പിടിച്ചിരിക്കുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, അകത്തോട്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഈ അൻഡു മാർക്ക് എല്ലാം ചെയ്യുന്നത് എന്തിനാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദെൻ രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഫ്രെയിം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രെയിം ആണ്. ഈ ഫ്രെയിമിന് നമുക്ക് ABCD എന്നോ എങ്ങനെ വേണേലും നമുക്കിപ്പോ റെപ്രസെന്റേഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രെയിം ആണ്. ഓക്കെ, ഈ ഫ്രെയിമിന് അകത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കണ്ടക്ടറിനെ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറാണ് PQ എന്ന് പറയുന്ന കണ്ടക്ടർ. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കണ്ടക്ടറാണ് PQ എന്ന് പറയുന്ന കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ലെന്ത് L ആണ്. ഓക്കെ, ആ ലെന്ത്, അപ്പൊ അതിനെ ഞാൻ ഈ ഫ്രെയിമിന്റെ ഇങ്ങേ സൈഡിൽ നമ്മൾ ഒരു ഏകദേശം ഈ സൈഡിൽ കൊട്ടി വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഈ ഫ്രെയിമിന്റെ അകത്തോടെ നമുക്ക് ഈ കണ്ടക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രെയിമിന്റെ അകത്തോടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ അങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പൊ ആ ചാർജുകാരിയും കണ്ടക്ടറിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടക്ടറാണ് എന്തെന്ന് പറയുന്നത്, PQ എന്ന് പറയുന്ന ഈ ഒരു കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടക്ടറിന്റെ ലെന്ത് L ആണ്. ദെൻ ഇവിടുന്ന് ഞാനിപ്പോ ഇവിടെയാണ് കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. ഈ കണ്ടക്ടറിന്റെ ഇവിടുന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ടുള്ള ഈ ദൂരത്തെ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് X എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടറിന്റെ ലെന്ത് L, ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂവ് ചെയ്യുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് V വെലോസിറ്റിയിലാണ് ഈ കണ്ടക്ടറിനെ എനിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഈ കണ്ടക്ടറിനെ ഞാൻ അങ്ങോട്ടല്ല മൂവ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിനെ പതുക്കെ ഇങ്ങോട്ട് എനിക്ക് V വെലോസിറ്റിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ അതനുസരിച്ചിട്ടാണ് എങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഒരു കണ്ടക്ടറിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റെപ്പിന്റെ അകത്തോടെ പോകണം. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരികയും ആ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഈ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് മോഷണൽ EMF. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എന്തിനാ വ്യത്യാസം വരുന്നേ, മാഗ്നറ്റിക് ഫീൽഡിലും വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരും. അപ്പൊ ആ മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വരുമ്പോഴാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കാൽക്കുലേഷൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു കേസസിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എടുക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 5B ഇസ് ഈക്വൽ ടു, നമുക്കറിയാം നമ്മുടെ ബേസിക് ഇക്വേഷൻ 5B ഇസ് ഈക്വൽ ടു BA cos θ എന്നുള്ളതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ആ ഒരു ഇക്വേഷനെ നമ്മൾ എടുത്തെടുക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 5b ഇസ് ഈക്വൽ ടു BA cos θ. നമ്മളിവിടെ പറഞ്ഞു ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എ എന്ന് പറയുന്നത് ഏരിയ, നമ്മൾ എടുക്കുന്ന ആ ഒരു സർഫസിന്റെ ഏരിയയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടത്തെ നമ്മൾ ഇവിടെയാണ് കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടക്ടർ വെച്ചിരിക്കുന്ന ഈ ഒരു ലൂപ്പ് മീൻസ് ഫ്രെയിമിന്റെ ഈ ഒരു ഏരിയയാണ്, കണ്ടക്ടർ ഇരിക്കുന്നതിന്റെ ഏരിയയാണ് ഇവിടെ കാൽക്കുലേഷൻസിൽ വരിക. ദെൻ കോസ് തീറ്റ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്ന ഏതൊക്കെ തമ്മിലാണ്? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ വരുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആംഗിൾ ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞു ഇൻടു മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, ഇൻവേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ഡയറക്ഷനിലാണ്. ആംഗിൾ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആണ്. അപ്പൊ ഏരിയ വെക്ടർ എന്താണ് എന്ന് നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ ഏരിയ വെക്ടർ? നമ്മൾ എടുക്കുന്ന പ്ലെയിനിന്റെ ഏരിയ വെക്ടർ എന്ന് മീൻസ് നമ്മളിപ്പോ ഇതാണ് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ആ പ്ലെയിനിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഏരിയ വെക്ടറിന്റെ ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് സർഫസ് എങ്കിൽ അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്? ഏരിയ വെക്ടറിന്റെ ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, നമ്മുടെ ബുക്കല്ല നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഏരിയ. ഈ ബോർഡാണ്, ഈ ഒരു പ്രതലമാണ് നമ്മുടെ ഏരിയ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം ഇൻവേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഈ പ്ലെയിനിന്റെ ഇതാണ് പ്ലെയിന്, ആ പ്ലെയിനിന്റെ ഏരിയ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അഗൈൻ എന്താണ്? ഇതും ഈ ഒരേ സെയിം ഡയറക്ഷൻ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇതാണ് ഇതിന്റെ പ്ലെയിനിന്റെ ഏരിയ വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ഇൻവേർഡ് ഡയറക്ഷനകത്തോട്ട് ഇതേ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ അത് രണ്ടും എന്താണ്? പാരലൽ കണ്ടീഷനാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിൾ തീറ്റ പാരലൽ കേസസിൽ നമ്മുടെ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0 ആണ്. കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? BA കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ വരുമ്പോൾ എന്താകും? ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 0. മാഗ്നറ്റിക് ഫീൽഡും ഇവിടുത്തെ ഏരിയ വെക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 0, ദാറ്റ് ഈസ് എ ബോത്ത് ആർ ഇൻ എ പാരലൽ കണ്ടീഷൻ. സോ എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇക്വേഷൻ ബിക്കം BA എന്നാകും. അപ്പൊ നമ്മുടെ ഇക്വേഷനെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതുക. Therefore ϕB is equal to BA. ϕB is equal to BA. Then ഇനി നമുക്ക് നെക്സ്റ്റ് ടേം ഏരിയയാണ്. ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ കണ്ടക്ടർ ഇതാണ്, PQ എന്ന് പറയുന്ന കണ്ടക്ടർ ഇതാണ്. ഈ കണ്ടക്ടർ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്? നമ്മുടെ ഫ്രെയിം ഇതാണ്. ഈ ഫ്രെയിമിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടക്ടർ ഉൾപ്പെടുന്ന ഇതിന്റെ ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക റെക്ടാംഗിളിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നീളം ഗുണം വീതിയാണ്. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു നീളം ഗുണം വീതിയാണ്. ഓക്കെ, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ L ഇൻറ്റു എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിനെ മാറ്റിയ BA എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു എക്സ് ആണ്. ദെയർഫോർ അതിനെ മാറ്റി എഴുതുക. ഏരിയയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? L ഇൻറ്റു എക്സ് വരും. ദെൻ നെക്സ്റ്റ് ടേം B ആണ്. B എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമുക്ക് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എന്താണ്? ഇൻവേർഡ് ഡയറക്ഷനിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ബിയുടെ വാല്യൂ ഓൾവേസ് എന്താണ്? നമുക്ക് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അതിന് വേറെ വാല്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇക്വേഷന് ഏരിയ കോസ് തീറ്റയുടെ റീഡിങ് 0 ആണ്. കോസ് 0 1 ആയതുകൊണ്ട് ഇവിടെ 1 ആകും. ഏരിയയുടെ റീഡിങ് L ഇൻറ്റു എക്സ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ബിയുടെ റീഡിങ് B തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനെ മാറ്റി എഴുതുമ്പോൾ ϕB is equal to B ഇൻറ്റു L ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, നമ്മുടെ ഇക്വേഷനെ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ മാറ്റി എഴുതുക. ϕB is equal to B ഇൻറ്റു L ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ B എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്.
എല്ല് ലെന്ത് നമ്മൾ ഈ കണ്ടക്ടറിനെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു വി വെലോസിറ്റിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടറിനെ വി വെലോസിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യിപ്പിച്ചാൽ എങ്ങോട്ട് മൂവ് ചെയ്താൽ ഇത് അങ്ങോട്ട് മൂവ് ചെയ്താലും ഇങ്ങോട്ട് മൂവ് ചെയ്താലും നമ്മുടെ എൽ എന്ന് പറയുന്ന ലെന്ത്, ഈ കണ്ടക്ടറിന്റെ ലെന്ത് ഇതാണ് എങ്കിൽ ആ ലെന്തിന് യാതൊരു വേരിയേഷനും ഇല്ല, യാതൊരു വ്യത്യാസവും നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഈ എൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കോൺസ്റ്റന്റ് ആണ്, അതിന് വ്യത്യാസമില്ല. പക്ഷെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വേരിയിങ് ഫാക്ടർ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു സൈഡാണ്. ഓക്കെ, ഈ കണ്ടക്ടറിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, കുറെ കഴിയുമ്പോൾ ഈ കണ്ടക്ടർ ഇവിടെ വരും. ഓക്കെ, ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തായി? ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആ കണ്ടക്ടർ മൂവ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിന് ഇങ്ങോട്ട് കുറച്ചും കൂടെ നീക്കി, അങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഈ കണ്ടക്ടർ നമുക്ക് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ലെന്ത് ഇതായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എക്സ് ഓൾവേസ് വേരിയിങ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വേരി ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഫാക്ടർ വേരി ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പറഞ്ഞു എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈ ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ്. ബിയും എല്ലും കോൺസ്റ്റന്റ് ആണ് എങ്കിലും എക്സ് ഓൾവേസ് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ വേരി ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫൈ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഫാരഡേസിന്റെ ലോ അനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ, ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാണോ വേരി ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നിടത്ത് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ നമ്മുടെ എടുത്തെഴുതും. നമ്മുടെ ലെൻസ് ലോ അനുസരിച്ചിട്ട് നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ നമുക്ക് ഇവിടെ ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട്. ഫ്ലക്സ് എന്ന് പറയുന്ന എക്സ് വേരി ചെയ്യുന്നുള്ളതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അക്കോർഡിംഗ് ടു ഫാരഡേസിന്റെ ലോ അനുസരിച്ചിട്ട് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഈക്വൽ ടു നമുക്ക് നമ്മുടെ അറിയാം അതിന്റെ ഡയറക്ഷൻ മൈനസ് നമ്മുടെ ലെൻസ് ലോ അനുസരിച്ചിട്ട് ലെൻസ് ലോ അവിടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഫൈനൽ ഇക്വേഷൻ എടുത്തെഴുതുക മൈനസ് ഇൻറ്റു ഡി ഇൻറ്റു ഫൈ ബി ഡിവൈഡ് ബൈ ഡി ടി എന്ന് എടുത്തെഴുതുക. ദെൻ ഇവിടെ ഫൈ ബിയുടെ റീഡിങ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ബി എൽ ഇൻറ്റു എക്സ് ആണ്. ഫൈ ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ് ആണ്. ദെയർഫോർ മൈനസ് സൈൻ അതേപടി കൊടുക്കുക, ഡി അതേപടി കൊടുക്കുക. ഇവിടെ ഫൈ ബിയുടെ റീഡിങ്ങിനോട് ബി എൽ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുക ഡിവൈഡ് ബൈ ഡി ടി എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞു, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എൽ എന്ന് പറയുന്നത് അഗൈൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് റീഡിങ്സിനെ നമുക്ക് വെളിയിലെടുക്കാം. ഇത് ബാക്കിയുള്ള ടേമിനെ അടുപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് നമ്മുടെ ഇ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ബി എൽ. അതിനെ കോൺസ്റ്റന്റ്സിനെ വെളിയിൽ ബിയും എല്ലും കോൺസ്റ്റന്റ് ആണ്, അതിനെ രണ്ടിനെ നമ്മൾ വെളിയിലെടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ഇൻറ്റു ബാക്കിയത്തെ വേരിയം ഫാക്ടർ എക്സ് ആണ്, ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതുക. ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു. ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. എക്സ് ഇസ് എ റെപ്രസെന്റേഷൻ ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെയർഫോർ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി. സോ നമ്മുടെ ഈക്വേഷനെ മാറ്റി എഴുതുക. മൈനസ് ബി എൽ ഇൻറ്റു വി ആണ് നമുക്ക് വരിക. പക്ഷെ ഇവിടെ വിക്ക് നമുക്കൊരു മൈനസ് സൈൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, മൈനസ് സൈൻ വരും. ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റിക്ക് നമ്മൾ വി എന്ന് കൊടുക്കാം. പക്ഷെ ഇവിടെ എങ്ങനെയാണ് മൈനസ് സൈൻ വരുന്നത്? നമുക്കറിയാം ഇവിടെ എക്സിന്റെ റീഡിങ് നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ടാണ് ഇതിനെ മൂവ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ അകത്തോട്ടാണ് ഈ കണ്ടക്ടറിനെ നമ്മൾ മൂവ് ചെയ്യുക. അങ്ങനെ അകത്തോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതിന് ഇങ്ങോട്ട് ഈ പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എക്സിന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക? ഒരു മൈനസ് സൈൻ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കണം? വിയുടെ സ്ഥാനത്ത് അവിടെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടക്ടർ ഇങ്ങനെ അകത്തോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ നമുക്ക്
കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സിന്റെ വാല്യൂ നമുക്ക് കുറയുന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഇക്വേഷന്റെ അകത്ത് എന്തുവാ BL ഇൻറ്റു എന്ത് കൊടുക്കാം, മൈനസ് B എന്ന് കൊടുക്കുക. ദയപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്ത് വരും, BL ഇൻറ്റു B എന്ന് പറയാം. ദാറ്റ് ഈസ് എക്സലോൺ ഇസ് ഈക്വൽ ടു BLB. അല്ലെങ്കിൽ നമുക്ക് EMF, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മോഷണൽ EMFന്റെ കേസസിൽ മോഷണൽ EMFന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു BL ഇൻറ്റു B എന്നാകും. That is called മോഷണൽ EMFന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് കോൾഡ് മോഷണൽ EMFന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ BLB എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഫ്ലക്സിന്റെ ഇക്വേഷൻ കാണുന്നു. അതിന്റെ അകത്തുനിന്ന് ഫ്ലക്സിന് എക്സ് എന്ന് പറയുന്നതിന് വേരി ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് വരും, ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF വരും. അപ്പൊ അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എഴുതുക, നമ്മുടെ D5യുടെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ കൊടുക്കുക. ദെൻ അഗൈന് നമ്മൾ കോൺസ്റ്റന്റ് ആയ ടേമിനെ എല്ലാം BL ഇൻറ്റു ബിയും എല്ലും കോൺസ്റ്റന്റ് ആണ്, അതിനെ വെളിയിൽ എടുക്കുക. തേർപ്പോ DX ഡിവൈഡ് ബൈ DT എന്ന് വരും. DX ഡിവൈഡ് ബൈ DT എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. പക്ഷെ ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നെഗറ്റീവ് സൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഈ PQ എന്ന് പറയുന്ന കണ്ടക്ടറിനെ നമ്മൾ അകത്തോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ഈ എക്സിന്റെ റീഡിംഗ് കുറയുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. തേർപ്പോ നമ്മുടെ ഇക്വേഷൻ ബിക്കം E is equal to BLB എന്ന്. ഇതാണ് നമ്മുടെ മോഷണൽ EMFന്റെ ഇക്വേഷൻ. ദെൻ നമുക്ക് ഇവിടെ ഒരൊറ്റ കാര്യം കൂടെ നമ്മുടെ എക്സാമിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ കറന്റ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് കാരിങ് കണ്ടക്ടർ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് കറന്റിനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയുന്നത്. ആ മോഷണൽ EMFന്റെ അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ്, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ടാണ്. നമ്മൾ 4th ചാപ്റ്ററിൽ പഠിക്കുന്നത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസസിൽ നമ്മൾ അവിടെ കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് മീൻസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ റൈറ്റ് ഹാൻഡിന്റെ ഈ ഒരു തമ്പ് നമ്മൾ റെപ്രസെന്റേഷൻ പോകുന്നത് നമ്മുടെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടക്ടറിന്റെ മൂവ്മെന്റ്. ദിസ് ഈസ് ഇത് മൂന്നും നമ്മൾ ഈ ഫിഗർ ഫിംഗേഴ്സ് മൂന്നും നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കണം. മ്യൂച്വലി നേരത്തെ നമ്മൾ 4th ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എ റെപ്രസെന്റേഷൻ ഫോർ എ കണ്ടക്ടറിന്റെ മൂവ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ 4 ഫിംഗർ. ആൻഡ് നമ്മുടെ ഈ മിഡിൽ ഫിംഗർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനാണ്. ഇൻഡ്യൂസ്ഡ് EMF മ്യൂച്വലി പെർപെൻഡിക്കുലർ മീൻസ് ഇതിങ്ങനെ താഴത്തോട്ടാണ് വരിക. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് എന്താണ് കണ്ടക്ടറിന്റെ ആ ഒരു ഡയറക്ഷൻ, കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ. ദിസ് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദിസ് ഇസ് എന്താണ് മിഡിൽ ഫിംഗർ ഈസ് റെപ്രസെന്റേഷൻ ഫോർ എ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് നമ്മുടെ ഇവിടെ 4 ഫിംഗർ ഈസ് റെപ്രസെന്റേഷൻ ഫോർ എ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ഈ ഒരു ഫിംഗർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ. അതേസമയം ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലോ നമ്മൾ അവിടെ എന്താ നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ കേസസ് ആണ്. ദിസ് ഇസ് എ ഫോഴ്സിന്റെ റെപ്രസെന്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദിസ് ഇസ് എ എന്താണ് കറന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അനുസരിച്ചിട്ടാണ് എങ്കിൽ ദിസ് ഇസ് എ ഫോഴ്സ് ആണ്. ഇവിടെ എന്താണ് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ ലെൻസസ് ലോ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മോഷണൽ EMFന്റെ കേസസിലൊക്കെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്താണ്, ഏത് ലോയാണ്, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മോഷണൽ EMFനെ കുറിച്ച് പറയുവാനുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് നാളെ ബാക്കി ഭാഗം ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീനെ കുറിച്ച് കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.